നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. മിശിഹായിൽ സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ആണ്ടുവട്ടത്തിലെ 13ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. ഈ ദിനത്തിൽ നമുക്ക് ധ്യാനിക്കാനായി നൽകപ്പെട്ട വചനഭാഗം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനഭാഗത്ത് വിവരിച്ചിരിക്കുന്നത് 2 അത്ഭുതങ്ങളാണ്. ഈ അത്ഭുതങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ജീവൻ്റെയും സൗഖ്യത്തിൻ്റെയും ഉടയവൻ കർത്താവാണ് എന്ന്. ഈ വചനഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സിനഗോഗ് അധികാരിയായ ജായിറൂസ് തൻ്റെ മകൾ, 12 വയസ്സ് പ്രായമുള്ള മകൾ രോഗാവസ്ഥയിൽ കഴിയുന്നു എന്ന് ഉള്ള വാർത്തയുമായിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. യേശു അങ്ങോട്ട് പോകാനായിട്ട് തയ്യാറാകുമ്പോൾ വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ യേശുവിനെ വന്ന് സ്പർശിക്കുന്നു. അവൾ സുഖം പ്രാപിക്കുകയും ചെയ്യുന്നു. ഈ 2 ജായിറൂസിൻ്റെ ഭവനത്തിലെത്തി ജായിറൂസിൻ്റെ 12 വയസ്സ് പ്രായമുള്ള മകളെ, മരിച്ചവളെ ഉയർപ്പിക്കുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഈ വചനഭാഗത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു സത്യമുണ്ട്. വിശ്വാസമാണ് എല്ലാത്തിനും നിദാനമെന്ന്. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ അനുഗ്രഹങ്ങളുമൊക്കെ സാധിക്കുന്നത് വിശ്വാസം കൊണ്ടാണ് എന്ന് നമ്മെ ഈ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കേ, ജായിറൂസ് യേശുവിൽ വിശ്വസിച്ചത് കൊണ്ടാണ് തൻ്റെ മകൾക്ക് രോഗാവസ്ഥയുണ്ടായപ്പോൾ ആ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നത്. ഇനി 12 വർഷമായി രക്തസ്രാവമുള്ള, സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടുമൊക്കെ തളർന്നവളാണ് ഈ രക്തസ്രാവക്കാരി. കാരണം ഒരുപാട് വിഷകുരന്മാർ അല്ലെങ്കിൽ വൈദ്യന്മാർ അവളെ ചികിത്സിച്ച് രോഗത്തിനൊരു ശമനമില്ലാത്ത അവസ്ഥയിലാണ്. അവളും വിശ്വാസത്തോടെ കർത്താവിനെ തൊട്ടാൽ തനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് വിശ്വസിച്ചു. അപ്പോൾ പ്രിയമുള്ളവരെ, ഏത് അത്ഭുതവും ഏത് അടയാളങ്ങളും അത്ഭുത സ്ഥിതികളൊക്കെ ലഭിക്കണമെങ്കിൽ വിശ്വാസം ഉണ്ടായിരിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുക? വിശ്വാസം അറിവിൽ നിന്നാണ് ആദ്യം. അതായത് യേശുവിനെ അറിയണം. രണ്ടാമതായിട്ട് ആ അറിഞ്ഞ അറിവിൽ അത് അനുഭവമാക്കി മാറ്റണം. അനുഭവ തലത്തിൽ നിന്ന് വീണ്ടും അത് യേശുവിനെ അനുസരിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതായിട്ടുണ്ട്. അനുസരണം പിന്നെ അനുകരണമാകാൻ, അനുകരിക്കാൻ, അവൻ്റെ പിന്നാലെ അനുഗമിക്കാൻ തയ്യാറാകുമ്പോഴാണ് വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുക. ഇന്ന് ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. നിന്നെ അറിയാൻ, നിന്നെ അനുഭവിച്ചറിയാൻ, നിന്നെ അനുസരിക്കാൻ, നിന്നെ അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലിക്കായി നമുക്കണയാം. ഇന്നത്തെ ഈ വിശുദ്ധ ബലിക്കുള്ള ഒരുക്കങ്ങൾ നിർവഹിച്ച ആവേ മരിയ കുടുംബ യൂണിറ്റിനെയും യൂണിറ്റിൻ്റെ പരിധിയിലുള്ള എല്ലാ ഭവനങ്ങളെയും അതിൽ വസിക്കുന്നവരെയും ഒക്കെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ആ യൂണിറ്റിന് നേതൃത്വമേകുന്നവരെ ഒക്കെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലിക്കായി അണയാം. നമുക്ക് നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി ഈ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് വരാപ്പുഴ അതിരൂപതയിലെ സഹായമെത്രാൻ്റെ അഭിഷേചനം നടക്കുകയാണ്.
ആ പിതാവിനെ അനുഗ്രഹിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ പ്രത്യേക നിയോഗങ്ങളും ആവശ്യങ്ങളും, പ്രത്യേകിച്ച് ഈ ഒരാഴ്ചക്കാലത്തെ നമ്മുടെ എല്ലാ കാര്യങ്ങളും, കുടുംബപരം, ജോലി സംബന്ധമായ, നമ്മുടെ യാത്ര സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും യേശുവിലേക്ക് അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അനുതാപത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് എല്ലാ പാപങ്ങളിൽ നിന്ന് പിന്തിരിയാനായിട്ടും എല്ലാ പാപങ്ങൾക്കും മാപ്പ് പൊറുതിയും ലഭിക്കാനായിട്ട് ഇടവരുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ തീർത്ഥജലം തെളിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ സകല പാപമാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തീർത്ഥജലം നമുക്ക് സ്വീകരിക്കാം. Veni Creator Spiritus, mendes turum visita, in plena superna gratia, que tu creasti pectora, qui diceris Paracletus, altissimi donum Dei, fons vimus in caritas, et spiritualis uncium, tu septi formis monere, digitus paterne dextere, plurite provinsum Patris, sermoni dictats cultura, accende lumen sensimus, infundamore cordimus, in fama nostri corporis, virtus infirmans perpetii, Hostivitas logius, per circuitoris protinus, doctores ite previus, vitemus omni noctium, benediciamus da Patris, nostramus aqueum Filium, peque triusque Spiritus, credamus omni tempore. സർവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലും നീവർ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈക ശക്തനാം ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ. താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങളുടെ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ മാത്രം പരിപാവനൻ അങ്ങോ ജാനേകനാം നാഥനും അങ്ങോ മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ദത്തെടുപ്പിന്റെ കൃപയാൽ ഞങ്ങളെ പ്രകാശത്തിന്റെ മക്കളാക്കാൻ അങ്ങ് തിരുവുള്ളമായല്ലോ. പാപാന്ധകാരത്തിന്റെ അധീനതയിൽപ്പെടാതെ സുവ്യക്ത സത്യത്തിന്റെ പ്രഭയിൽ എന്നും ഞങ്ങൾ പ്രശോഭിച്ചു നിൽക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന്. ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല. ജീവിക്കുന്നവരുടെ മരണത്തിൽ അവിടുന്ന് ആഹ്ലാദിക്കുന്നുമില്ല. നിലനിൽക്കാൻ വേണ്ടിയാണ് അവിടുന്ന് എല്ലാം സൃഷ്ടിച്ചത്. സൃഷ്ടികളെല്ലാം ആരോഗ്യമുള്ളവയാണ്. മാരകവിഷം അവയിൽ ഇല്ല. പാതാളത്തിന് ഭൂമിയിൽ അധികാരമില്ല. നീതി അനശ്വരമാണ്. നിരാപരാധർക്കുള്ള സമ്മാനം വിലവച്ചില്ല.
ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. അവൻ്റെ പക്ഷക്കാർ അതനുഭവിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവെ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവെ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയമാഘോഷിക്കാൻ ഇടയാക്കില്ല. കർത്താവെ, അവിടുന്ന് എന്നെ പാതാളത്തിനു കരകയറ്റി മരണഗൃത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു. കർത്താവെ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കുള്ളൂ. അവിടുത്തെ പ്രസാദം ജീവാനന്ദം നിലനിൽക്കും. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി. കർത്താവേ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവേ, എൻ്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, അവിടുന്ന് എന്നെ സഹായിക്കണമേ. അവിടുന്ന് എൻ്റെ വിലാപം ആനന്ദ നൃത്തമാക്കി മാറ്റി. ദൈവമായ കർത്താവേ, ഞാൻ അങ്ങേക്ക് എന്നും നന്ദി പറയും. കർത്താവേ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. രണ്ടാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും മികച്ചു നിൽക്കുന്നതുപോലെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളിലും മികച്ചു നിൽക്കുവിൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. മറ്റുള്ളവർ കഷ്ടപ്പെടരുതെന്നും നിങ്ങൾ കഷ്ടപ്പെടണമെന്നുമല്ല ഞാൻ അർത്ഥമാക്കുന്നത്. അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടുന്നതിന് നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തണമെന്നും അപ്രകാരം സമത്വമുണ്ടാകണമെന്നുമാണ്. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല, അല്പം സമ്പാദിച്ചവന് കുറവുണ്ടായിരുന്നില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു മരണത്തെ ഇല്ലാതാക്കുകയും തൻ്റെ സുവിശേഷത്തിലൂടെ ജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. വലിയൊരു ജനക്കൂട്ടം തിങ്ങി ഞെരുങ്ങി പിന്തുടർന്നു. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു.
പല വൈദ്യന്മാരുടെയും അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാകുകയാണ് ചെയ്തത്. അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, താൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. യേശുവാകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്നറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് ചോദിച്ചു, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ജനം മുഴുവനും നിനക്ക് ചുറ്റും തിങ്ങിക്കൂടുന്നത് കാണുന്നില്ലേ? എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് നീ ചോദിക്കുന്നുവോ? ആരാണ് അത് ചെയ്തതെന്നറിയാൻ അവൻ ചുറ്റും നോക്കി. ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്ന് വിറച്ച് അവൻ്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോകുക, വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക. യേശു സംസാരിച്ചു കൊണ്ടിരിക്കെ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്ന് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചു, ഗുരുവിനെ ഇനി എന്തിന് ബുദ്ധിമുട്ടിക്കുന്നു? ഇത് കേട്ട് യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടട്ടെ. ആമേൻ. സ്നേഹമുള്ളവരെ, അഭിമന്യ അംബ്രോസ് പിതാവ് നമ്മുടെ രൂപതയെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഇടയലേഖനം നമുക്ക് ശ്രദ്ധാപൂർവം വായിച്ചു കേൾക്കാം. ക്രിസ്തുവിൽ പ്രിയമുള്ള വൈദികരെ, സന്യസ്തരെ, സഹോദരി സഹോദരന്മാരെ, വരാപ്പുഴ അതിരൂപതയുടെ വടക്കൻ പ്രദേശങ്ങൾ ഉൾച്ചേർത്ത് 1987 ജൂലൈ 3 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ കോ ആപ്തിഗ്യൂസ് എന്ന ബൂള വഴിയാണ് കോട്ടപ്പുറം രൂപത നിലവിൽ വന്നത്. ആ ദിവസം തന്നെ മോൺസിഞ്ഞോർ ഫ്രാൻസിസ് കല്ലറയ്ക്ക് റൊമാനി ഏത്ത് പൊന്തിപ്പിച്ചിസ് എന്ന അപ്പോസ്തലിക എഴുത്തുവഴി പുതിയ രൂപതയുടെ മെത്രാനായി നിയമിക്കപ്പെട്ടു. 1987 ഓഗസ്റ്റ് 1 ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത്. രൂപതയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും പുതിയ മെത്രാൻ്റെ അഭിഷേകവും 1987 ഒക്ടോബർ 4 വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിനത്തിൽ കോട്ടപ്പുറത്ത് സാഘോഷം നടന്നു. 2027 എത്തുമ്പോൾ രൂപത സ്ഥാപിതമായതിൻ്റെ റൂബി ജൂബിലി വർഷമാണ്. തോമസ് അപ്പോസ്തലനുമായി കോട്ടപ്പുറം രൂപതയ്ക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. 1987 ജൂലൈ 3 വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ രക്തസാക്ഷിത്വ തിരുനാളിലാണ് നമ്മുടെ രൂപത സ്ഥാപിതമായത്. നമ്മുടെ രൂപതയുടെ സ്വർഗീയ മധ്യസ്ഥനും ഭാരത അപ്പോസ്തലനായ തോമസ് ശ്ലീഹ തന്നെയാണ്. തോമസ് ശ്ലീഹ കാലിറങ്ങിയ സ്ഥലമെന്ന് പാരമ്പര്യം പ്രകീർത്തിക്കുന്ന മാലിങ്കര നമ്മുടെ രൂപതയുടെ ഭാഗമാണ്. ഭാരതത്തിൻ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആദിവിത്തുകൾ പതിഞ്ഞ മണ്ണാണ് നമ്മുടേത് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ജൂലൈ 3 എല്ലാ തലത്തിലും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാകയാൽ എല്ലാ വർഷവും ജൂലൈ 3 രൂപതാ ദിനമായി ആചരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും
രൂപതയുടെ ആത്മീയ ഭൗതിക വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുവാനുമുള്ള ഒരു ഉണർത്തുപാട്ടായി ഈ ദിനം മാറുമെന്ന് പ്രത്യാശിക്കുകയാണ്. ഈ തവണ രൂപതാ ദിനത്തോടനുബന്ധിച്ച് കോട്ടപ്പുറം സെൻറ്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ അഭിവന്യ പിതാക്കന്മാരും രൂപതയിലെ വൈദികരും സന്യസ്തരും പാസ്റ്റൽ കൗൺസിൽ അംഗങ്ങളും മറ്റ് അൽമായ പ്രതിനിധികളും രൂപതയുടെ അഭ്യുദയ കാംക്ഷികളും ഒന്നുചേർന്ന് അർപ്പിക്കുന്ന ദിവ്യബലി മധ്യേ രൂപതയുടെ റൂബി ജൂബിലിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കും. റൂബി ജൂബിലി ലോഗോ പ്രകാശനം ചെയ്യും. തുടർന്ന് വരുന്ന ഞായറാഴ്ച ജൂലൈ 7 ഇടവകകളിൽ റൂബി ജൂബിലിയുടെ ലോഗോ പ്രകാശനം നടത്തി ഇടവക തലത്തിൽ റൂബി ജൂബിലിയുടെ ഉദ്ഘാടനം നിർവഹിക്കണമെന്ന് ബഹുമാനപ്പെട്ട വികാരിയച്ഛന്മാരെ ഓർമ്മിപ്പിക്കുന്നു. ഇതോടെ ഒപ്പം അന്ന് മുതൽ റൂബി ജൂബിലി പ്രാർത്ഥന എല്ലാ ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും ഭവനങ്ങളിലും ചൊല്ലേണ്ടതാണ്. പൈതൃക ഭൂവിൽ ഒരു മനമായി എന്ന ആപ്തവാക്യത്തിൽ ഉന്നിയാണ് രൂപതയുടെ 3 വർഷം നീളുന്ന റൂബി ജൂബിലി ആഘോഷങ്ങൾ മുന്നോട്ട് പോകുന്നത്. രൂപതയുടെ നന്മയ്ക്കായി ഒരു മനമോടെ വൈദികരും സന്യസ്തരും അൽമായ വിശ്വാസികളും പ്രവർത്തിക്കുമ്പോഴാണ് വളർച്ചയുണ്ടാകുക. ആഗോള സഭ സിനഡാത്മകതയെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ കാലയളവിൽ ഒത്തൊരുമയും പങ്കാളിത്തവും പ്രേക്ഷിതത്വവുമല്ലേ വിചിന്തനം വിഷയമാക്കുന്നത്. രൂപത റൂബി ജൂബിലിയും കേവലം ആഘോഷങ്ങൾക്കപ്പുറം കൂട്ടായ പങ്കാളിത്ത പ്രവർത്തനത്തിലൂടെ ഭാരതസഭയുടെ പൈതൃക ഭൂമിയായ കോട്ടപ്പുറം രൂപതയിൽ ഒറ്റക്കെട്ടായും ഒരു മനസ്സോടെയും പ്രേക്ഷിതരായി വിശ്വാസ സാക്ഷ്യം നൽകാനുള്ള പ്രവാചക രാജകീയ പൗരോഹിത്യ ദൗത്യം ഏറ്റെടുക്കുവാനുള്ള അവസരമായി നമുക്ക് മാറണം. നമ്മുടെ വിശ്വാസ സമൂഹത്തെ വിദ്യാഭ്യാസ, സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗങ്ങളിൽ ശാക്തീകരിക്കുക, കെട്ടിപ്പടുക്കുന്ന രീതിയിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഈ കാലയളവിൽ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. കോട്ടപ്പുറം രൂപതയ്ക്ക് ഒരു ചരിത്ര നിയോഗമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭാരതസഭയുടെ പിള്ളത്തൊട്ടിലാണ് ഈ പ്രദേശം. ഭാരത അപ്പോസ്തലനായ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെയും തമിഴ്നാട്ടിലെ ധീര രക്തസാക്ഷിയായ വിശുദ്ധ ജോൺ ബ്രിട്ടോയുമെല്ലാം പാദങ്ങൾ പതിഞ്ഞ പുണ്യഭൂമിയാണിത്. തമിഴ് സാഹിത്യത്തിലെ കുലപതി ഫാദർ ജോസഫ് കോൺസ്റ്റന്റൈൻ ബസ്കിയും മലയാള സാഹിത്യത്തിന് ശ്രേഷ്ഠമായ സംഭാവനകൾ നൽകിയ അർണോസ് പാതിരിയും പ്രവർത്തിച്ച പ്രദേശം. ദൈവദാസന്മാരായ തിയോഫിലിൻ കപ്യൂച്ചിനച്ഛനും തിയോഫിലിൻ പാണ്ടിപ്പിള്ളി അച്ഛനും വിജയപുരം രൂപതയുടെ ശില്പി എന്നറിയപ്പെടുന്ന ബ്രദർ റോക്കി പാലക്കൽ തുടങ്ങിയ നിരവധി ആത്മീയ ശ്രേഷ്ഠന്മാർ ജനിച്ചു വളർന്ന മണ്ണ്. സഭയ്ക്ക് 7 മെത്രാന്മാരെ സംഭാവന ചെയ്ത രൂപത. വലിയ ദൈവാനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ കഴിഞ്ഞ നമുക്ക് ഈ പൈതൃക ഭൂമിയിൽ ഒരു മനസ്സോടെ പ്രവർത്തിച്ച് വിശ്വാസത്തിന് സജീവ സാക്ഷ്യം നൽകാനുള്ള ദൗത്യം ഏറ്റെടുക്കാം. റൂബി ജൂബിലിയോടനുബന്ധിച്ച് രൂപതയുടെ വികസനത്തിനും വളർച്ചയ്ക്കും വേണ്ടി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. രൂപതാ ദിനം ആഘോഷിക്കുമ്പോൾ ഈ കാലയളവിൽ നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയാം. ഒന്നുമില്ലായ്മയിൽ നിന്ന് കോട്ടപ്പുറം രൂപതയെ കെട്ടിപ്പടുത്ത രൂപതാ ശില്പി അഭിവന്യ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ പിതാവിനെയും ആത്മീയ തേജസ്സോടെ രൂപതയെ നയിച്ച ജോസഫ് കാരിക്കിശ്ശേരി പിതാവിനെയും ചെറിയൊരു കാലയളവിൽ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ശക്തമായി രൂപതയെ നയിച്ച അലക്സ് വടക്കുന്തല പിതാവിനെയും രൂപതയുടെ പുരോഗതിക്കായി പ്രവർത്തിച്ച എല്ലാ വൈദികരെയും സന്യസ്തരെയും അൽമായ നേതൃത്വങ്ങളെയും എല്ലാ രൂപതാ മക്കളെയും നന്ദിയോടെയും സ്നേഹത്തോടെയും ഓർത്തുകൊണ്ടും ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടും കോട്ടപ്പുറത്ത് നമ്മുടെ രൂപതാ കാര്യാലയത്തിൽ നിന്ന് 2024 ജൂൺ 22
അംബ്രോസ് പുത്തൻ വീട്ടിൽ, കോട്ടപ്പുറം രൂപതാമെത്രാൻ. നമ്മുടെ വിശ്വാസ സത്യങ്ങൾ നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ജീവൻ്റെയും സൗഖ്യത്തിൻ്റെയും ഒക്കെ ഉടയവനായ യേശുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ എളിയ പ്രാർത്ഥനകളും യാചനകളും ഇപ്പോൾ സമർപ്പിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ അംബ്രോസ് പിതാവിനെയും മറ്റെല്ലാ വൈദികരെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ വികാരിയച്ഛനെയും കൊച്ചച്ഛനെയും ദൈവിക പുണ്യങ്ങളാൽ നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്നേഹമുള്ള ഈശോയെ, ഈ ഇടവക കുടുംബങ്ങളെ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പകർച്ചവ്യാധികളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ആത്മീയ തകർച്ചകളിൽ നിന്നും സാത്താൻ്റെ കുടിലതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രക്ഷകനായ ഈശോയെ, യുദ്ധക്കെടുതിയിൽ കഴിയുന്ന രാജ്യങ്ങളെ സമർപ്പിക്കുന്നു. പട്ടിണിയും രോഗപീഠകളാലും മുറിവേറ്റ് ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ കഴിയുന്നവരെയും യുദ്ധവെറി പൂണ്ട ഭരണാധിപന്മാരുടെ ക്രൂരതയിൽ നിന്നും ഈശോയെ, ഈ നിരാലംബരായ മക്കളെ രക്ഷിപ്പാൻ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് അരുളി ചെയ്ത യേശുനാഥ, ഈ യുവജന ദിനത്തിൽ എല്ലാ യുവജനങ്ങളെയും അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകം നൽകുന്ന തിന്മയുടെ സുഖലോലുപതകളിൽ നിന്നും വഴികളിൽ നിന്നും സാത്താൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും സത്യത്തിൻ്റെയും നിത്യതയുടെയും സ്വർഗീയ ഇടങ്ങളിലേക്ക് കാലൂന്നുവാൻ പരിശുദ്ധാത്മാവിനാൽ ശക്തി നിറച്ച് യുവജനങ്ങളെ നയിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ ഈശോയെ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവകയിൽ സേവനമനുഷ്ഠിച്ച കടന്നുപോയ വൈദികർ, സന്യസ്തർ എന്നിവരെയും സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ തിരുമുഖം കണ്ട് അങ്ങയെ ആരാധിക്കുവാൻ ഭാഗ്യം നൽകണമേ എന്ന് അങ്ങയെ തിരുക്കുമാരനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ സമർപ്പിക്കട്ടെ. ഇന്ന് ഈ വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ള ആവേ മരിയ യൂണിറ്റ് അംഗങ്ങളെ, അവരുടെ ഭവനങ്ങളെ, അവരുടെ എല്ലാ നിയോഗങ്ങളെ ഒക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ.
നമ്മുടെ പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട് എല്ലാവരെയും ഓർക്കട്ടെ. ഈ ഒരാഴ്ചക്കാലത്തെ എല്ലാ കാര്യങ്ങളും കർത്താവിൽ അർപ്പിക്കട്ടെ. സർവശക്തനായ പിതാവായ ദൈവമേ, അങ്ങിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ അർപ്പിച്ച് ഈ പ്രാർത്ഥനകൾ കനിവോടെ സ്വീകരിച്ച് ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ കേട്ടരുളണമേ. ആമേൻ. കാൽവരി ബലിവേദിയിൽ തിരുക്കാഴ്ചയായി നൽകുന്നിതാ കാൽവരി ബലിവേദിയിൽ. ആബേലിനർപ്പണം പോലെ വിധവതൻ ചെറുനാണയം പോലെ പൂർണ്ണമായി നീ നൽകുന്നു ഞാൻ. കൃപയാൽ നിറക്കേണമേ തിരുക്കാഴ്ചയായി നൽകുന്നിതാ കാൽവരി ബലിവേദിയിൽ. ആശയും നിരാശയും നിറയുമി ജീവിതതാലം. അപ്പവും വീഞ്ഞിനുമൊപ്പം അഭിഷേകകരങ്ങളാൽ ഉയർത്തിടുന്നു. അനുപമ സ്നേഹത്തിൻ അടയാളമല്ലോ അനുദിനമർപ്പിക്കും ഈ ബലിയും. അനുദിനമർപ്പിക്കും ഈ ബലിയും. കാഴ്ചയായി നൽകുന്നിതാ കാൽവരി ബലിവേദിയിൽ. തിരുക്കാഴ്ചയായി നൽകുന്നിതാ കാൽവരി ബലിവേദിയിൽ. അഴലേറുമീ ജീവിതവും ആകുലമാനസ ചിന്തകളും ആരാധ്യമാ തിരുസന്നിധി സമർപ്പണ ഗീതമായി പാടട്ടെ ഞാൻ. ആരുമില്ലാത്തവർക്ക് അഭയമായി മാറും അനുപമ സ്നേഹത്തെ
വാഴ്ത്തിടട്ടെ, അനുഭവ സ്നേഹത്തെ വാഴ്ത്തിടട്ടെ. കാഴ്ചയാ നൽകുന്നിതാ കാൽവരി ബലിവേദി, തിരുക്കാഴ്ചയായി നൽകുന്നിതാ കാൽവരി ബലിവേദിയിൽ. ആബേലിനർപ്പണം പോലെ വിധവതൻ ചെറുനാണയം പോലെ പൂർണ്ണമായി നൽകുന്നു ഞാൻ, കൃപയാൽ നിറയ്ക്കണമേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ ഈ വാഴ്ത്തി തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, അങ്ങേ രഹസ്യങ്ങളുടെ ഫലം കനിവാർന്ന് അങ്ങ് ഉളവാക്കുന്നുവല്ലോ. അങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷകൾ വിശുദ്ധമായ ഈ കാഴ്ചദ്രവ്യങ്ങൾക്ക് യോജിച്ചതാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ലോകത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിക്കുകയും കാലങ്ങളുടെ വിവിധ മാറ്റങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അങ്ങേ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും സർവ അത്ഭുത പ്രതിഭാസങ്ങളും അവന് അധീനമാക്കുകയും ചെയ്തു. അങ്ങനെ അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും മേൽ അവന് ഭരണം നടത്താനും അങ്ങേ വിസ്മരണീയമായ പ്രവർത്തികളിൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. ആകയാൽ ഞങ്ങളും എല്ലാ മാലാഖമാരോടൊപ്പം അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവകമായ ആഘോഷത്തോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ കർത്താവാം ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ കർത്താവാം ദൈവം പരിശുദ്ധൻ. മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന.
തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവ് ഇവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ അംബ്രോസ് മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവൽകൃതരായും
നിർഭയം നമുക്കൊന്നു ചേർന്ന് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. ഇതുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കും ശക്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും എന്നെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ.
എന്നിൽ വാഴാനാശിക്കുന്നു. എന്നിലെ തിന്മകൾ നീക്കി തന്മകനാക്കാൻ വിളിക്കുന്നു. ഈശോ എന്നെ സ്നേഹിക്കുന്നു. എന്നിൽ വാഴാനാശിക്കുന്നു. എന്നിലെ തിന്മകൾ നീക്കി തന്മകനാക്കാൻ വിളിക്കുന്നു. ഹൃദയം തുറന്നിടാം, അനുദിനം സ്തുതി പാടാം. അഴുകിയ ചിന്തകൾ മാറ്റി മാനസം തവ തിരുപ്പാതെ സമർപ്പിക്കാം. ഹൃദയം തുറന്നിടാം, അനുദിനം സ്തുതി പാടാം. അഴുകിയ ചിന്തകൾ മാറ്റി മാനസം തവ തിരുപ്പാതെ സമർപ്പിക്കാം. ഈശോ എന്നെ സ്നേഹിക്കുന്നു. എന്നിൽ വാഴാനാശിക്കുന്നു. എന്നിലെ തിന്മകൾ നീക്കി തന്മകനാക്കാൻ വിളിക്കുന്നു. വരുമ്പോഴുള്ളം എത്ര മധുര്യമെന്നാഥ, നിന്നെ ഒഴിഞ്ഞെന്റെ ഉള്ളം അത്രമേൽ ശൂന്യമെന്നാഥ. ഈശോ എന്നെ സ്നേഹിക്കുന്നു. എന്നിൽ വാഴാനാശിക്കുന്നു. എന്നിലെ തിന്മകൾ നീക്കി തന്മകനാക്കാൻ വിളിക്കുന്നു. മുപ്പതാം തീയതി നാം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഭക്തരാകണമെന്ന് ഈശോയുടെ ദിവ്യഹൃദയം ആഗ്രഹിക്കുന്നു. ജപം. ഈശോയുടെ കൃപ നിറഞ്ഞ ദിവ്യഹൃദയമേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. കർത്താവെ, അങ്ങേ മാധുര്യം നിറഞ്ഞ ഹൃദയം
അങ്ങേ മാതാവായ പരിശുദ്ധ കന്യാമറിയത്തെ സ്നേഹിക്കുന്നത് പോലെ ഈ അമ്മയെ ബഹുമാനിക്കുന്ന ആത്മാക്കളെയും അതീവ വാത്സല്യത്തോടെ സ്നേഹിക്കുന്നു എന്ന് അറിയുന്നതിൽ മഹാപാപിയായ ഞാൻ അത്യന്തം സന്തോഷിക്കുന്നു. അങ്ങേ പരിശുദ്ധ അമ്മയുടെ അപേക്ഷയെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്ന് അങ്ങ് തന്നെ എന്നെ പഠിപ്പിച്ചിരിക്കയിൽ എൻ്റെ ശരണവും മുഴുവനും ഈ അമ്മയിൽ വയ്ക്കാതെയിരിക്കുന്നത് എങ്ങനെ? സ്നേഹം നിറഞ്ഞ ഈശോയെ, എൻ്റെ ജീവിതകാലത്തിൽ അങ്ങയുടെയും അങ്ങേ പരിശുദ്ധ ജനനിയുടെയും സ്നേഹത്തിൽ നിലനിൽപ്പാനും അങ്ങേ വളർത്തുപിതാവായ മാറിയൗസേപ്പ് നിങ്ങളുടെ തൃക്കരങ്ങളിൽ തൻ്റെ പരിശുദ്ധ ആത്മാവിനെ കയ്യേൽപ്പിച്ചതുപോലെ ഈശോ മറിയം ഔസേപ്പെ നിങ്ങളുടെ തൃക്കരങ്ങളിൽ ഞങ്ങളുടെ ആത്മാക്കളെ കയ്യേൽപ്പിക്കുന്നു എന്ന് ചൊല്ലി നിങ്ങളുടെ തിരുനാമങ്ങൾ മനസ്താപത്തോടും സ്നേഹത്തോടും കൂടെ ഉദ്ധരിച്ച് ഞങ്ങളുടെ ഈ ലോക ജീവിതം അവസാനിപ്പിക്കുന്നതിന് കർത്താവെ ഞങ്ങൾക്ക് ഇടവരുത്തിയരുളയണമേ. കർത്താവെ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളയണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പയെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. അയോഗ്യദാസരായ ഞങ്ങളുടെ മേലും കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ്റെ നാഥേ, ഞങ്ങൾ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. സുഹൃത ജപം. തിരുഹൃദയത്തിൻ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൽക്രിയ. ഈശോയുടെ ദിവ്യഹൃദയത്തോട് അപേക്ഷിക്കുന്നതും തന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതുമായ സകല നന്മകളും തൻ്റെ മാതാവായ പരിശുദ്ധ കന്യകാമറിയം വഴിയായി അപേക്ഷിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അർപ്പിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത ഈ ദിവ്യബലി ഞങ്ങൾക്ക് ജീവൻ നൽകുന്നതാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങയോടുള്ള നിരന്തര സ്നേഹത്താൽ ഒന്നായി തീർന്ന് എന്ന് നിലനിൽക്കുന്ന ഫലം ഞങ്ങളെ പുറപ്പെടുവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ഇടവക പനക്കൽ മൈക്കിളിൻ്റെയും പുഷ്പിയുടെ മകൻ ബിബിൻ, ഇടുക്കി രൂപത ബദേൽ പള്ളിയിടവക പള്ളത്ത് ജോസിൻ്റെയും അൽഫോൻസയുടെയും മകൾ എലിസബത്ത് നിർവഹിച്ചുമായിരിക്കുന്നു. ഈ വിളിച്ചൊരു കല്യാണത്തിന് ഏതെങ്കിലും മുടക്കമുണ്ടായിരുന്നാൽ ഭഗവാനുടെ വികാരിച്ചനെ അറിയിച്ചു കൊള്ളണം. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിവ്യബലിയിൽ കാഴ്ച സമർപ്പണം നടത്തിയതും ഇന്നലെ പള്ളിയും പരിസരങ്ങളൊക്കെ ഏറ്റവും മനോഹരമാക്കിയത് ആവേ മരിയ കുടുംബ യൂണിറ്റ് അംഗങ്ങളാണ്. പ്രത്യേകിച്ച് ആവേ മരിയ കുടുംബ യൂണിറ്റ് വളരെ നിറവോടുകൂടെയാണ് ഈ ശുശ്രൂഷകൾ നിർവഹിച്ചത്. നമ്മളിന്ന് കണ്ട് കാഴ്ചവയ്പ്പിലും എല്ലാ വീടുകളിലെയും കുടുംബനാഥന്മാരൊക്കെ അതിൽ പങ്കുചേർന്നു. യുവജനങ്ങളൊക്കെ പങ്കുചേർന്നു. വളരെ നിറവോടുകൂടെ ആ കാര്യം നിർവഹിച്ചു. അതുപോലെ തന്നെ ഈ യൂണിറ്റ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കാനുമൊക്കെയുള്ള പ്രവണത. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇന്നലെ പള്ളിയും പരിസരമൊക്കെ വൃത്തിയാക്കാനായിട്ട് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അവർ അലങ്കോലമായി കിടക്കുന്ന ഭാഗങ്ങളൊക്കെ വളരെ നീറ്റാക്കിയിട്ട അവസ്ഥയാണുണ്ട്. അത് കണ്ടറിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും അതിന് ഭംഗി കൂടുകയാണ്. പ്രിയമുള്ള ആവേ മരിയ കുടുംബ യൂണിറ്റ് അംഗങ്ങൾ നല്ല രീതിയിൽ തന്നെ ഈ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ, നന്ദി അർപ്പിക്കുന്നു. ആ യൂണിറ്റിലെ എല്ലാ അംഗങ്ങൾക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന ഭാരവാഹികൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ, നന്ദി.
അടുത്ത ഞായറാഴ്ചത്തെ ദിവ്യബലിയിൽ കാഴ്ച സമർപ്പണം നടത്തുന്നത് സെയിൻറ്റ് ജോസഫ് കുടുംബ യൂണിറ്റ് അംഗങ്ങളാണ്. കഴിഞ്ഞ ആഴ്ചയിലെ സഞ്ചിപ്പിരിവ് 24,230 രൂപയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ കാഴ്ചവയ്പ് സംഭാവന 3,010 രൂപയാണ്. കോട്ടപ്പുറം മാർക്കറ്റ് കപ്പേളയിലെ വിശുദ്ധ തോമസ് ലീഗായുടെ തിരുനാൾ നാളെ വൈകിട്ട് 5:30 കൊടികയറ്റം, തുടർന്ന് ദിവ്യബലി, പ്രസംഗം, ലിറ്റിനി. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 ദിവ്യബലി, പ്രസംഗം, പ്രദക്ഷിണം. 3-ാം തീയതി വൈകിട്ട് 5:30 അഭിവന്യ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി, പ്രസംഗം, പ്രദക്ഷിണം, ഊട്ടുനേർച്ച. എല്ലാവരെയും തിരുനാൾ തിരുക്കർമ്മങ്ങളിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഊട്ടുതിരുനാൾ ചെലവിലേക്കായി കുടുംബ യൂണിറ്റ് ഭാരവാഹികളും തിരുനാൾ കമ്മിറ്റി അംഗങ്ങളും നിങ്ങളെ സമീപിക്കുമ്പോൾ അവരോട് ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഈ തിരുനാളിനെ വലിയ പ്രസിദ്ധിമാരൊന്നുമില്ല, നമ്മളെല്ലാവരും കൂടി ചേർന്നാണ് ഈ തിരുനാൾ നടത്തുക. അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. സെൻറ്റ് മൈക്കിൾസ് തിരുനാൾ കമ്മിറ്റിയുടെ യോഗം ഇന്ന് വൈകിട്ട് 5 മണിക്ക് പള്ളിമേടയിൽ കൂടുന്നതാണ്. കൂടാതെ 2025 വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാൾ ആഘോഷിക്കുവാൻ പ്രസിദ്ധിമാരാകാൻ താല്പര്യമുള്ളവർ ഈ ദിവസങ്ങളിൽ വന്ന് അറിയിക്കുക. ഇന്ന് വികാസിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് കേന്ദ്ര സമിതി പ്രസിഡന്റ്, സെക്രട്ടറി ഗജാൻജി, ആനിമേറ്റർ സിസ്റ്റർ എന്നിവരുടെ ഒരു യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിൽ നമ്മുടെ ഇടവകയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ 4 പേരും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ജൂലൈ മാസത്തിൽ കുടുംബ യൂണിറ്റിൽ വായിക്കേണ്ട വചനഭാഗം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ്. എല്ലാ ശനിയാഴ്ചകളിലും 6:30 കുർബാനയ്ക്ക് ശേഷം തിരുവാല സഖ്യം CLC കുട്ടികളുടെ പ്രാർത്ഥനയുണ്ടായിരിക്കും. അവരുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാനും പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ വിവിധങ്ങളായ സംഘടനകളിൽ ചേർക്കണം. അവർക്ക് അവരുടെ ടാലൻറ്റുകളും കഴിവുകളൊക്കെ വളർത്താനായിട്ടുള്ള അവസരം കൂടിയാണ്. അതോടൊപ്പം തന്നെ അവർ 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ +2 അഡ്മിഷന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ചില കോളേജുകളിൽ ചില +2 അവരുടെ അഡ്മിഷൻ ഫോമിൽ ഏതെങ്കിലും സംഘടനയിൽ അംഗമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ട് പ്രവർത്തിച്ചാലാണ് ആ സംഘടനയിൽ അംഗമായിട്ട് മുടങ്ങാണ്ടൊക്കെ വന്ന് സംഘടനയിൽ പ്രവർത്തിക്കുമ്പോഴാണ് അച്ഛന് വെരി ഗുഡ് എന്ന് എഴുതി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വിടണമെന്ന് പ്രത്യേക അച്ഛൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ആഴ്ചയിലെ സംഭാവനകൾ ജന്മദിനം ആഘോഷം കുറച്ചുകൊണ്ട് ടെസ ജോർജ് പറപ്പുള്ളി 2000 രൂപ, പേര് പറയാതെ 2500 രൂപ, BM മൈക്കിൾ വലിയ പറമ്പിൽ 10,000 രൂപ സംഭാവന നൽകിയ എല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യബലി സമാപിച്ചു. ദൈവത്തിനു നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കുട്ടികളെല്ലാം നേരത്തെ വേദപാഠത്തിന് കുർബാനയ്ക്ക് വിടാനായിട്ട് തയ്യാറാകണം. ഒട്ടും വൈകാതെ പല കുട്ടികളും ഒക്കെ കുർബാന കഴിഞ്ഞിട്ടൊക്കെ വരുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം മാതാപിതാക്കൾ. ഇന്നു നീ തിരഞ്ഞു വന്നു വൻ പാവിയുള്ളിൽ
കൈക്കൊള്ളേണമേ